യെസ് അതാണ് സംഭവം അവിടെ സംഭവിച്ചത്. എന്തായാലും ഈ പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ അറസ്റ്റും ഈ പ്രതികളുടെ മൂവ്മെന്റ് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ലഭ്യമാവുകയാണ്. അറസ്റ്റ് ഈ മോഷണം നടത്തിയ ശേഷം ആ കാറ് ഒരു കണ്ടെയ്നറിനുള്ളിൽ കടത്തിയാണ് ഇവർ കടക്കാൻ ശ്രമിച്ചത്. ഇതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ ഏറ്റുമുട്ടലിൽ പരിക്ക് പറ്റിയെന്ന വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. ഷംനയുണ്ട്. ഷംന, എന്താണ് വിശദാംശങ്ങൾ? സജിത്ത്, രാവിലെ ഈ മോഷണം നടത്തിയതിനു ശേഷം പുലർച്ചെയോടുകൂടി മോഷണം നടത്തിയതിനു ശേഷം കൃത്യമായി ആ കാറ് മോഷണത്തിനായി ഇവർ ഉപയോഗിച്ചിരുന്ന കാറ് കണ്ടെയ്നറിൽ കയറ്റിയാണ് ഇവർ കൊണ്ടുപോയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ കണ്ടെയ്നറാണ് ഇപ്പോൾ നാമക്കലിൽ നിന്നും പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ കണ്ടെയ്നറിനെ, ഈ ലോറിയെ പിന്തുടർന്നായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. കൃത്യമായി CCTV വിഷ്വൽസ് അടക്കം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത്. തൃശൂർ പോലീസ് ഉടൻ തന്നെ എല്ലാ ജില്ലകളിലേക്കും എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അടക്കം രാജ്യത്തുടനീളം മെസ്സേജുകൾ പാസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് കൃത്യമായി പോലീസിന്റെ ഒരു ഇടപെടൽ നമുക്ക് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം കവർച്ച നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതികളെ കൃത്യമായി പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും പോലീസിന്റെ ഒരു വലിയ കാര്യമാണ്. കാരണം കൃത്യമായി അവർ ആ മെസ്സേജ് പാസ് ചെയ്യുന്നു. CCTV അടക്കമുള്ള വിഷ്വൽസ് കേന്ദ്രീകരിച്ച് അവർ അന്വേഷണം നടത്തുന്നു. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടുന്നു. ഏറ്റുമുട്ടലിൽ ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടി പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഈ ഏറ്റുമുട്ടലിലാണ് ഒരു പ്രതി അല്ലെങ്കിൽ കവർച്ച സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടത്. ഇതേ ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരന് പരിക്ക് പറ്റി. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ തൃശൂർ SP അടക്കം നാമക്കലിലേക്ക് പുറപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് എന്തായാലും ഇനി നാമക്കലിലേക്ക് തിരിച്ച് ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സംബന്ധിച്ച് ഔദ്യോഗികമായി നമുക്ക് വിവരം ലഭിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ ഹരിയാന സ്വദേശികൾ അവരെങ്ങനെ തൃശ്ശൂരിലെത്തി, കൃത്യമായി നമുക്കറിയാം ഈ മണിക്കൂറുകൾക്കുള്ളിൽ 3 ATMകളാണ് കവർച്ച നടത്തിയത്. അപ്പോൾ നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ അവർ എന്ന് തൃശ്ശൂരിലെത്തി, തൃശ്ശൂരിൽ എത്തിയത് എന്ത് ആവശ്യത്തിനായിരുന്നു, എന്ത് പേരിലായിരുന്നു അവർ ഇവിടെ താമസിച്ചിരുന്നത്, എവിടെയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അതടക്കമുള്ള വിവരങ്ങൾ ഇനി നമുക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആകെ 7 പേരാണ് ഈ കവർച്ച സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിലാണ് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 6 പേരും മറ്റു 6 പേരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഉടൻ തന്നെ ഷംന സൂചിപ്പിച്ചു. ഇതാ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ SK ലോജിസ്റ്റിക്സ് എന്നെഴുതിയിരിക്കുന്ന ഈ കണ്ടെയ്നറിലാണ് ആ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. നാമക്കൽ നടത്തിയ പോലീസിന്റെ സാഹസികമായ ഒരു ഓപ്പറേഷനിലൊടുവിലാണ് ഈ പ്രതികളെ പിടികൂടിയത്. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ്. ഇതാ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ഇതാ ഹരിയാന സ്വദേശികളായ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യമടക്കം ലഭ്യമാവുകയാണ്. തമിഴ്നാട് പോലീസിന്റെ അസാധാരണമായ ഒരു ഓപ്പറേഷനൊടുവിലാണ് മണിക്കൂറുകൾക്കൊടുവിൽ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. മോഷണം നടത്തിയ ശേഷം ആ കാറിനുള്ളിലേക്ക് പണം ശേഖരിച്ച് ആ കാറ് മറ്റൊരു കണ്ടെയ്നറിനുള്ളിലാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ച് കടന്നു കളയാനുള്ള ശ്രമത്തിനൊടുവിലാണ് വളരെ വേഗത്തിലുള്ള ഒരു ഓപ്പറേഷനിലൂടെ മണിക്കൂറുകൾക്കൊടുവിൽ ഈ പ്രതികളെ നാമക്കലിൽ വെച്ച് അസാധാരണമായ ഏറ്റുമുട്ടലിലൂടെ പോലീസ് പിടികൂടുന്നത്. ഈ ഓപ്പറേഷനിൽ മോഷ്ടാക്കളിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമീപകാലത്ത് ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു അസാധാരണമായ ഒരു ഓപ്പറേഷൻ ഇക്കാര്യത്തിൽ കേരള തമിഴ്നാട് പോലീസുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പ്രതികളെ കൃത്യമായി അവരുടെ നീക്കങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും നിർണായകമായതാണ്. പ്രതികളെ പിടികൂടുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. SK ലോജിസ്റ്റിക്സ് എന്നെഴുതിയിരിക്കുന്ന ആ കണ്ടെയ്നർ ലോറിക്കകത്തായിരുന്നു ഒരു ലോറി മറ്റൊരു വാഹനം കടത്തിക്കൊണ്ട് അതിൽ പണം ഇട്ടുകൊണ്ട് രക്ഷപ്പെടാനാണ് ഈ പ്രതികൾ ശ്രമിച്ചത്. അവരെയാണ് നാമക്കലിൽ വെച്ച് പോലീസ് പിടികൂടുന്നത്. അങ്ങനെ ഒരു അസാധാരണ ഓപ്പറേഷൻ നടത്തുന്നു. വെടിവെപ്പുണ്ടായി. അതിനൊടുവിൽ പ്രതികളെ പിടികൂടിയാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും പ്രതികളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. ഇവരുടെ മൂവ്മെന്റ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ടായിരുന്നു. ആരൊക്കെയാണ് പ്രതികൾ, ഇവരുടെ സ്വദേശം ഏതാണ്, ഒപ്പം ഇവരുടെ കഴിഞ്ഞകാല ഇടപാടുകൾ, അപ്പോൾ ഇവർ എങ്ങനെയാണ് നിരീക്ഷണങ്ങൾക്കൊടുവിലാണോ തൃശ്ശൂരിലെ ഈ 3 സ്ഥലങ്ങളും ലൊക്കേറ്റ് ചെയ്തത്, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ഓപ്പറേഷനിലൂടെ തമിഴ്നാട് പോലീസിന്റെ ദൗത്യം ഫലം കാണുന്നു. അങ്ങനെ ഈ പ്രതികളെ പിടികൂടുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ നാമക്കലിൽ നിന്നും പ്രതികളെ പിടികൂടി എന്നതാണ് സാഹചര്യം. ഷംന, വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. അത് എത്ര വലിയ സാഹസികമായിരുന്ന ഒരു ഓപ്പറേഷനാണ് അവിടെ നടന്നതെന്ന കാര്യം.